നമസ്കാരം, ഏവർക്കും മറ്റൊരു ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിപിൻ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന 4 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നായിട്ട് വിജ്ഞാപൻ, ടിപ്പണി, റപ്പട്ട്, ഡയറി. ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഏതൊരു ഡയറിയിലും എങ്ങനെ ഒരു റപ്പട്ട് തയ്യാറാക്കാം, എങ്ങനെ ഒരു വിജ്ഞാപൻ, അതിൻ്റെയൊക്കെ ഒരു ഒരു ഉദാഹരണം. ഇതിനെല്ലാം ഒരു ഉദാഹരണമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. എങ്ങനെ അത് തയ്യാറാക്കാമെന്നുള്ളതിൻ്റെ ഒരു പഠനം. നമുക്ക് പോവാം. ആദ്യമായിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്നു. കവി അനങ്ക് കെ നയേ കവിതാ സംഗ്രഹ കാ പ്രകാശൻ ഹുവാ ഹൈ. അതായത് കവി അനങ്കിൻ്റെ നയേ കവിതാ സംഗ്രഹ, പുതിയ ഒരു കവിതാ സമാഹാരം ഇതിൻ്റെ പ്രകാശനം നടക്കുകയാണ്. കവിതാ കാ സംഗ്രഹയ്ക്ക് ബിഖ്രി ബഠാനെ കെ ലിയെ. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നാൽ തൻ്റെ കവിതാ സംഗ്രഹത്തിൻ്റെ, കവിതാ സമാഹാരത്തിൻ്റെ ബിഖ്രി പഠാനെ കീരി എന്നുവെച്ചാൽ എന്താണോ വിഷയം, ആ പരസ്യത്തിൻ്റെ തലക്കെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനകത്തുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ കവിതാ സംഗ്രഹയ്ക്ക് ബിക്രിയാണ്. അപ്പം കവിതാ സമാഹാരത്തിൻ്റെ ബിക്രി പഠാനെ കീരി മീൻസ് അതിൻ്റെ കച്ചവടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏക വിജ്ഞാപനം തയ്യാറാക്കുകയും ഒരു പരസ്യം തയ്യാറാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ അവിടെ ഒരു ക്യാപ്ഷൻ നൽകുന്നു. അപ്പോൾ ഏതൊരു പരസ്യത്തിൻ്റെയും വളരെ നല്ലൊരു തലവാചകം നൽകണം, അല്ലെങ്കിൽ ആളുകളെ അതിലേക്ക്, ആ പ്രോഡക്റ്റിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ പുസ്തകമായതുകൊണ്ട് പുസ്തകത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ, ഒരു സോപ്പ് ആയിക്കോട്ടെ, ഏതൊരു വസ്തുവുമായിക്കോട്ടെ, ആ വസ്തുവിലേക്ക് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു വാചകം നമ്മൾ പരസ്യം തയ്യാറാക്കും, പരസ്യവാചകമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, ജീവൻ കി ഹർ സമസ്യ കാ സമാധാൻ, ജീവിതത്തിലെ ഓരോ പ്രശ്നത്തിനുമുള്ള പരിഹാരം അബ് ആപ്കെ പാസ് ഹുയി, ഇപ്പോൾ നിങ്ങളുടെ പക്കൽ. അപ്പം ജീവിതത്തിലെ ഓരോ പ്രശ്നത്തിനുമുള്ള പരിഹാരം ഇപ്പോൾ അബ് ആപ്കെ പാസ്, ഇപ്പോൾ നിങ്ങളുടെ പക്കലും. ആജ് ഹി അസമായിയേ ഓർ പഠിയേ, ഇന്ന് തന്നെ സ്വന്തമാക്കി, ഇന്ന് തന്നെ വാങ്ങിച്ച് പഠിയേ മീൻസ് പഠിച്ചാലും. പദ് പ്രദർശക്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് പദ് പ്രദർശക്. അതായത് ആനന്ദ്ജിയുടെ പുസ്തകത്തിൻ്റെ പേരാണ് പദ് പ്രദർശക്. അപ്പോൾ ലോകപ്രിയ ആനന്ദ്ജി കാ കാവ്യ സംഗ്രഹം, ലോക പ്രശസ്തനായിട്ടുള്ള ആനന്ദ്ജിയുടെ കാവ്യ സമാഹാരം സമ്പർക്ക് കരയും പിന്നീട് നൽകുന്ന സമ്പർക്ക് കരയും എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ പുസ്തകം നമുക്ക് ലഭ്യമാകാൻ വേണ്ടി നിങ്ങൾ ബന്ധപ്പെടുക. അനങ്ക് പ്രകാശൻ, നൈ ദില്ലി. അതായത് പിന്നെ വെബ്സൈറ്റിൻ്റെ പേര് www.anangprakash.com. ഒപ്പം ഈ പ്രോഡക്റ്റിൻ്റെതായിട്ടുള്ള വില കൂടി ഇവിടെ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നു. മൂല്യ കേവൽ 200 200 മീൻസ് ഇതിൻ്റെ വില കേവലം 200 രൂപയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇങ്ങനെ ഒരു പരസ്യം, പരസ്യത്തിൻ്റെ ഒരു ഉദാഹരണം നമ്മളിവിടെ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ കമായിയെ और लीजिए और इसका इस्तेमाल कीजिए. അങ്ങനെ കൂടെ ഇസ്തേമാൽ കീജിए. ഇസ്തേമാൽ करना പറഞ്ഞാൽ വാങ്ങിക്കുവിൻ. और इस्तेमाल करो, ഇസ്തേമാൽ കീജിए. നിങ്ങൾ ഉപയോഗിച്ചാൽ, വാങ്ങിച്ച് ഇസ്തേമാൽ കീജിए എന്നുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചാലും എന്നതിന് എന്തിനാണ് ഇസ്തേമാൽ കീജിए. और इसका और महसूस कीजिए, അത് അനുഭവിച്ചറിഞ്ഞാലും അനുഭവം കീജിയെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തലവാചകം നൽകാം. ഒരു പ്രോഡക്റ്റ്, അപ്പോൾ ഒരു ബൈക്കാകാം, ഒരു സോപ്പാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് പൗഡർ ആകാം, ഏതൊരു പ്രോഡക്റ്റും. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ലൈക്ക് കൊറോണ വൈറസിനെതിരായിട്ടുള്ള ദവ, കൊറോണ വൈറസ് के विरुद्ध അല്ലെങ്കിൽ इसके लिए एक दवा आज आया है. इसके लिए इसकी ആകർഷക വിജ്ഞാപൻ തയ്യാറാക്കി. അതേക്കായിട്ട് ഒരു ആകർഷകമായ ഒരു വിജ്ഞാപൻ, ഒരു പരസ്യം തയ്യാറാക്കുക. അങ്ങനെ അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു പരസ്യത്തിൻ്റെതായ ഒരു മോഡലാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത് എങ്ങനെ നമുക്കൊരു കവിതയുടെ ടിപ്പണി, അതായത് കവിതയുടെ ആശയം അല്ലെങ്കിൽ ഭാവാർത്ഥ ടിപ്പണി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന ഒരു പഠനമാണ് നാം ഇനി നടത്തുന്നത്. കവിതാക്ക് ആസ്വാദൻ ടിപ്പണി ലിഖേം. ഇവിടെ നിങ്ങളെ പരിചയപ്പെടുന്നത് സപ്നേക ഭി ഹക്ക് നെഹി, സ്വപ്നം കാണാൻ പോലുമുള്ള അധികാരമില്ല എന്ന സപ്നേക ഭി ഹക്ക് നെഹി എന്ന ഡോക്ടർ ജെ ബാബു എഴുതിയ കവിതയെക്കുറിച്ചുള്ള ടിപ്പണിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, അത് നമ്മളിവിടെ പറയുന്നത്.
ഹിന്ദി ഇതർ പ്രദേശോം കെ ലേഖകോമേ. അപ്പോൾ നമ്മളൊരു കവിതയ്ക്ക് ടിപ്പണി തയ്യാറാക്കുമ്പോൾ ആദ്യം നാം കവിയെക്കുറിച്ച് എഴുതണം. രണ്ടാമതായിട്ട് എന്താണ് കവിതയുടെ ചിത്രീകരണം, കവിയെക്കുറിച്ച് നമ്മൾ എന്താണ് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് എഴുതുക. ഒപ്പം നമ്മൾ നമ്മൾ എഴുതാൻ പോകുന്ന കവിതയുടെ വിഷയം എന്താണ്, അത് എന്തിൻ്റെ ചിത്രീകരണമാണ്, അല്ലെങ്കിൽ ആ കവിത എന്താണ്, കവിതയിലെ വർണ്ണന എന്താണ്, എന്തിനെക്കുറിച്ചുള്ള വർണ്ണനയാണ് കവിതയിൽ നടത്തിയിരിക്കുന്നതെന്ന് നാം എഴുതണം. അതിനുശേഷം എന്താണ് ആ കവിതയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ആ കവിതയിൽ എന്താണ് പറയുന്നത്, ആ കവിതയിലെ ചിത്രീകരണം എന്താണെന്നുള്ളത് എഴുതുക. എഴുതുമ്പോൾ എന്താണ്, അപ്പോൾ ഇന്നതിനെ ഉദാഹരണമായി നൽകിക്കൊണ്ട് ഉദാഹരണം അല്ലെങ്കിൽ ഉപമ എന്നൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ എന്താണ്, മനുഷ്യ ജീവിതത്തെ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു പൂവിനെ ഉദാഹരണമായി നൽകുമായിരിക്കും. ഇപ്പോൾ ഫൂൽ കോ ഉദാഹരണം ലേക്കർ പൂവിനെ ഉദാഹരണമായി നൽകിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്താണ് മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. ചിലപ്പോൾ നദിയെ ഉദാഹരണമായി നൽകിയിരിക്കാം. അങ്ങനെ എന്താണ് പ്രകൃതിയെ ഉപമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉദാഹരണമായി നൽകിക്കൊണ്ട്, അങ്ങനെയൊക്കെയാണ് ഓരോ കവിതയുടെയും രചന നിർവഹിക്കപ്പെടുന്നത്. അപ്പം ഇന്നതിന് ഉദാഹരണമായിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ന ഉപമ നൽകുന്നു, ഉദാഹരണം നൽകുന്നു എന്നൊക്കെ നമുക്ക് എഴുതാം. പിന്നെ ഇന്നതിൻ്റെ ചിത്രീകരണമാണ്. ഇങ്ങനെയൊക്കെ എഴുതിയതിന് ശേഷം അല്ലെങ്കിൽ ആ കവിതയിൽ തന്നെയുള്ള, ഇപ്പം നമുക്കൊരു 8 വരി ഒരു കവിത നൽകുകയാണ്. അപ്പോൾ 8 വരി കവിതയിലെ 3-4 വാക്കുകൾ എഴുതിയതിന് ശേഷം, എന്ന് വെച്ചാൽ കോമ ഇട്ട് നമ്മൾ ഈ കവിതയിലെ 3-4 വാക്കുകൾ എടുത്ത് എഴുതുക. ആ കവിതയിലെ വാക്കുകൾ എടുത്ത് എഴുതിയതിന് ശേഷം കവിതാക്കി ദൃഷ്ടി സെ ബഹുത് എന്താണ് സുന്ദർ ലഗ് രഹി ഹൈ. സുന്ദർ മീൻസ് കവിതയിൽ നോക്കുമ്പോൾ ഈ വാക്കുകൾ എന്താണ് വളരെ മനോഹരമായിരിക്കുന്നു എന്ന് വെച്ചാൽ ബഹുത്ത് സുന്ദർ കവിതാക്കി ദൃഷ്ടി ബഹുത്ത് സുന്ദർ ലഗ് രഹി എന്ന് വെച്ചാൽ കവിതയിലൂടെ ഈ വാക്കുകൾ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ ഈ വാക്കുകൾ കവിതയിലൂടെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ കവിതയിൽ ഈ വാക്കുകൾ പ്രയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിരിക്കുന്നു എന്ന് നമുക്ക് എഴുതാം. ഒപ്പം എന്താണ് കവിത പ്രാസംഗിക, മിക്കവാറും കവിതകളെല്ലാം സാന്ദർഭികമാണ്, സന്ദർഭോചിതമായ കവിതകളാണ്, അല്ലെങ്കിൽ ആനുകാലിക പ്രാധാന്യമുള്ള കവിതകളാണ്. അപ്പോൾ ആനുകാലിക പ്രാധാന്യമുള്ള കവിതയാണെങ്കിൽ നമുക്ക് കവിത പ്രാസംഗിക, സന്ദർഭോചിതമായിട്ടുള്ള പ്രാസംഗിക എന്ന് നമുക്ക് എഴുതാം. ഇനി കവിത വളരെ മർമ്മസ്പർശിയായിട്ടുള്ള കവിതയാണെങ്കിൽ സപ്നെ കാ ഭി ഹക്ക് നഹി എന്ന് പറയുന്ന ഒരു മാർമികമായിട്ടുള്ള കവിതയാണ്. മാർമിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു കവിതയാണ്, നമ്മുടെ ഹൃദയസ്പർശിയായിട്ടുള്ള കവിതയാണ്. അപ്പം ഹൃദയസ്പർശിയായിട്ടുള്ള കവിതയാണെങ്കിൽ നമുക്ക് മാർമിക എന്നും നമുക്ക് നൽകാവുന്നതാണ്. മാർമിക എന്നാണ് ഹൃദയസ്പർശിയായിട്ടുള്ള കവിതയ്ക്ക് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ കവിയെക്കുറിച്ച് എഴുതുക. എന്നിട്ട് എന്താണ് കവിതയുടെ ചിത്രീകരണം അല്ലെങ്കിൽ കവിത എന്തിനെക്കുറിച്ചുള്ള ഏത് സാഹചര്യത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് നടത്തിയിരിക്കുന്നതെന്ന് എഴുതുക. ഒപ്പം ചിലപ്പം ഒരു വസ്തുവിനെ ഉദാഹരണമായി നൽകുന്നത്, ഒരു നിർജ്ജീവ വസ്തു, ഒരു പൂവോ നദിയോ അങ്ങനെയുള്ള സാഹചര്യത്തെ ഉദാഹരണമായി നൽകുന്നത് മനുഷ്യ ജീവിതത്തെക്കുറിച്ചായിരിക്കാം, മനുഷ്യൻ്റെ വികാരത്തെക്കുറിച്ചായിരിക്കാം പറയുന്നത്. മാനവ വികാരം കെ ബാരേമേയും മനുഷ്യ ജീവൻ കെ ബാരേമേയും കവിത അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. പിന്നെ ആ കവിതയിൽ എന്താണ് പറയുന്നത് എന്നുള്ള സെൻറ്റൻസുകളാക്കി എഴുതുകയാണ് ചെയ്യുന്നത്. ഒപ്പം ആ പറയുമ്പോൾ ഇന്നെ 3-4 വാക്കുകൾ കവിതയിൽ നിന്നുള്ള വളരെ നമുക്ക് പുതുമ തോന്നുന്ന അല്ലെങ്കിൽ സൗന്ദര്യം ഉളവാക്കുന്നതായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഭംഗി തോന്നിക്കുന്ന പുതുമ തോന്നിക്കുന്ന 3-4 വാക്കുകൾ കോമയായിട്ട് എഴുതിയിട്ട് ആദി ശബ്ദോं का प्रयोग कविता की दृष्टि से बहुत अच्छी है. ഒരുപക്ഷെ ആ വാക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമുക്ക് ഒരു പുതുമ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ വളരെ നമുക്ക് ശ്രദ്ധേയമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതുമ അല്ലെങ്കിൽ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ആ പ്രയോഗം ഒരു പുതുമ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അത് വളരെ മനോഹരമായ അല്ലെങ്കിൽ ഉച്ചാരണ ശുദ്ധിയുള്ളതായിരിക്കും. അപ്പം എന്താണോ നമ്മൾ ഏതെങ്കിലും 3-4 വാക്കുകൾ കോമയായിട്ട് എഴുതുക. എന്നിട്ട് ആദി ശബ്ദോं का प्रयोग कविता की दृष्टि से बहुत अच्छी, കവിതയുടെ നോക്കുമ്പോൾ ഈ വാക്കുകളുടെ പ്രയോഗം അതിമനോഹരമായിരിക്കുന്നു. കവിത बहुत अच्छी മീൻസ് വളരെ നന്നായിരിക്കുന്നു. പിന്നെ കവിത പ്രാസംഗിക ഓർ മാർമിക എന്ന് എഴുതാം. സന്ദർഭോചിതമാണ് എങ്കിൽ പ്രാസംഗിക എന്നും ഹൃദയഹാരി ആണെങ്കിൽ മാർമിക എന്നുമാണ് നാം എഴുതുന്നത്. അപ്പം കവിത പ്രാസംഗിക ഓർ മാർമിക എന്നുവാണെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. പിന്നെ നമുക്ക് എഴുതാം ലളിത് पदावली से कवि ने इस कविता की रचना की है. चल ललित पदावली ഞാൻ പറയുന്നുള്ളൂ. ലളിത് പദാവലി സെ കവിനെ ഇസ് കവിത കി രചന കി ഹെ. ലളിതമായ പദാവലികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കവിതയുടെ രചന നിർവഹിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഏത് കവിതയ്ക്കും എഴുതാം. അപ്പോൾ നമുക്കിവിടെ ഈ കവിത നമുക്ക് പരിചയപ്പെടാം.
സപ്നെ കാ ഭി ഹക്ക് നഹി എന്ന കവിത നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഹിന്ദിതർ പ്രദേശോങ്കെ ലേഖകോമേം വെച്ചാൽ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള ഹിന്ദി സാഹിത്യകാരന്മാരിൽ ഹിന്ദി ഇതര പ്രദേശങ്ങളിലെ ഹിന്ദിതർ പ്രദേശോങ്കെ ലേഖകോമേം ഡോക്ടർ ജെ ബാബു കാ മഹത്വപൂർണ്ണ സ്ഥാൻ ഹേ. ഡോക്ടർ ജെ ബാബുവിന് മഹത്വപൂർണ്ണമായ സ്ഥാനം ഹിന്ദി കേരളത്തിലെ പ്രമുഖരായ ഹിന്ദി സാഹിത്യകാരന്മാരിൽ പ്രമുഖ സ്ഥാനം കൽപ്പിക്കപ്പെട്ട ആളാണ് നമ്മുടെ ഡോക്ടർ ജെ ബാബു. ഉൻകി പ്രസിദ്ധ രചനായേ ഹായ്, അദ്ദേഹത്തിന് പ്രസിദ്ധങ്ങളായിട്ടുള്ള രചനകളാണ് മുക്തധാര, ഉലച്ചൻ ആദി. മുക്തധാര, ഉലച്ചൻ മുതലായവ അദ്ദേഹത്തിന്റെ പ്രസിദ്ധങ്ങളായിട്ടുള്ള രചനകളാണ്. നമുക്ക് പഠിക്കാനുള്ള കവിത സപ്നെ കാ ഭി ഹക്ക് നഹിയും ഉൻകി ഏക് മഹത്വപൂർണ്ണ കവിത ഹേ. അദ്ദേഹത്തിന്റെ മഹത്വപൂർണമായ ഒരു കവിതയാണ് സപ്നെ കാ ഭി ഹക്ക് നഹിയും. ഇസ്മേം എന്താണ് ഈ കവിതയുടെ ചിത്രണം? ഇസ്മേം സാധാരൺ ഏക് മസ്തൂരിൻ കി അവസ്ഥ കാ ചിത്रण ഹേ. ഇതിൽ സാധാരണക്കാരിയായ ഒരു തൊഴിലാളി സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ചുള്ള ചിത്രണമാണ് നടത്തിയിരിക്കുന്നത്, അല്ലെ ചിത്രീകരണമാണ് ഈ കവിതയിലൂടെ ഡോക്ടർ ജെ ബാബു നടത്തിയിരിക്കുന്നത്. അപ്പം ഇനി എന്താണ് കവിതയിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. एक कमरे वाली चौंबड़ी में रहने वाली गरीब मजदूरिन സപ്നെ മേം ലീൻ ഹോ ജാതി ഹേ. ഒരു മുറി, ഒരു കമരെ വാലി എന്ന് പറഞ്ഞാൽ ഒരു മുറി മാത്രമുള്ള ചോമ്പടിമേൻ രഹനെ വാലി കുടിലിൽ കഴിയുന്ന ഗരീബ് മസ്ദൂരിൻ ദരിദ്രയായ തൊഴിലാളി സ്ത്രീ സപ്നേമേം ലീൻ ഹോ ജാതി ഹേ. അവർ സ്വപ്നത്തിൽ മുഴുകിപ്പോവുകയാണ്, അവൾ സ്വപ്നത്തിൽ മുഴുകിപ്പോകുന്നു. സപ്നേമേം अब वह एक विशाल घर में सोए है. എന്നുവെച്ചാൽ ഈ തൊഴിലാളി സ്ത്രീ സ്വപ്നത്തിൽ ഒരു വിശാലമായ വീട്ടിൽ ഇപ്പോൾ ഉറങ്ങുകയാണ്. ദോ മംസിൽ വാലി അപ്പനെ കർമ്മയും ബഹുത് സാരേ കമരെ ഹൈം. രണ്ട് നിലയോടുകൂടിയ അപ്പനെ കർമ്മയും രണ്ട് നിലയോടുകൂടിയ തൻ്റെ വീട്ടിൽ ബഹുത് സാരേ കമരെ ഹൈം ബഹുത് സാരേ ധാരാളം മുറികളുണ്ട്. खाने पीने सोने से लेकर बाई तक रसोई और पूजा के लिए भी अलग अलग कमरे हैं. അവിടെ എന്തിനൊക്കെയാണ്? ഒന്ന് ഖാനെ പീനെ കഴിക്കാനും, സോനേസെ ലേക്കർ എന്ന് വെച്ചാൽ ഉറങ്ങുന്നതിന് ഉറങ്ങാനും, ബൈട്ടക് മീൻസ് ഡൈനിങ് ഹാള്, രസോയി ഓർ പൂജ കേലിയ ഭി അവിടെ പ്രാർത്ഥനാ മുറികൾ പോലും പ്രാർത്ഥനയ്ക്ക് പോലും ആ വീട്ടിൽ ഇരുനിലയോടുകൂടിയ ആ വീട്ടിൽ അലഗ് കമരേഹയും വെവ്വേറെ സെപ്പറേറ്റ് മുറികൾ ഉണ്ട്. നയേ കർക്കി ചത്ത് കോൺക്രീറ്റ് കി ഹേ. അതായത് പുതിയ വീടിൻ്റെ മേൽക്കൂര കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. ദീവാർ ഓർ കിഡ്കി കെ രംഗ് ഫി ഉസ്നെ തയ് കിയാ ഹേ. എന്നുവെച്ചാൽ അവിടെ ദീവാർ മീൻസ് ഭിത്തിയുടെയും ജനലിൻ്റെയൊക്കെ കളറ് ഉസ്നെ തയ് കിയാ ഹേ. അതുമായിട്ട് വളരെ രണ്ടും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളറാണ്. ഗ്രൈൻഡർ, ഫ്രിഡ്ജ് ഓർ മൈക്രോവേവ് സഫീസ യുക്ത് രസോയി. അതായത് ഗ്രൈൻഡറും ഫ്രിഡ്ജും മൈക്രോവേവ് സഫീസയുക്തി ഇതെല്ലാം കൂടി ചേർന്ന ഇതെല്ലാമുള്ള രസോയി അടുക്കള അത്യന്ത ശാന്താലഗ്രഹ വളരെ ഗ്രാൻഡായിട്ടുള്ള വളരെ പ്രൗഢമായ ഗാംഭീര്യമാർന്ന ഒരു നല്ല ഒരു അടുക്കളയാണ്. മഗർ അച്ചാനക് പക്ഷെ എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് സപ്നെ മേ ഹി ഏക് ഡറാവനി സച്ചായി ഉസ്കെ ആകെ बैंक के നോട്ടീസ് കെ രൂപമേ ആ ദമക്തി ഹേ. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്വപ്നത്തിൽ പോലും അച്ചാനക സപ്നമേ ഹി സ്വപ്നത്തിലായിട്ട് പോലും ഏക് ഡറാവനി സച്ചായി ഒരു പേടിപ്പെടുത്തുന്ന ഒരു സത്യം. ഉസ്കെ ആകെ ബാങ്ക് നോട്ടീസ് കെ രൂപമേം ഏത് രൂപത്തിൽ അവരുടെ മുന്നിലായിട്ട് ബാങ്ക് നോട്ടീസ് കെ രൂപ ബാങ്കിന്റെ നോട്ടീസ് രൂപത്തിൽ ആ ദമക്തി ഹേ വന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവിടെ കൺമുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടും. ബാങ്കിന്റെ നോട്ടീസിന്റെ രൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഇസ്കെ സാത്ത് സാത്ത് ഉസ്കെ സാരേ സപ്നെ ചിന്ന ഫിന്ന ഹോ ജാതി ഹേ. അതോടുകൂടി ആ ബാങ്കിന്റെ നോട്ടീസ് അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ പെട്ടെന്ന് ഇസ്കെ സാത്ത് അതോടൊപ്പം തന്നെ ഉസ്കെ ഉസ്കെ സാരേ സപ്നെ ചിന്ന ഫിന്ന ഹോ ജാത്തെ ഹേ. അവരുടെ സ്വപ്നം മുഴുവൻ ചിന്ന ഭിന്നമാകുന്നു. അതുവരെ കണ്ട മനോഹരമായ സ്വപ്നം പൂർണ്ണമായിട്ടും ചിതറിപ്പോകുന്നു. ചിന്ന ഫിന്ന ഹോ ജാതി ഹേ ഓർ ജാതി ജാതി ഹേ. അവർ സ്വപ്നത്തിൽ നിന്ന് സ്വപ്നം വിട്ടുണരുന്നു. പ്രസ്തുത കവിത മേ ഡോക്ടർ ജെ ബാബുവിനെ ഏക കഡ്വി സച്ചായി, നേരത്തെ നമ്മൾ പറഞ്ഞു ഡറാവനി സച്ചായി എന്ന് പറഞ്ഞു. ഡറാവനി സച്ചായി എന്നാൽ പേടിപ്പെടുത്തുന്ന സത്യം. എന്നാൽ ഇവിടെ കഡ്വി സച്ചായി ഒരു കൈപ്പേറിയ സത്യം.
को यहाँ प्रस्तुत किया है, ഇവിടെ നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നു. कवि कह रहे हैं आज के उदारवादी समाज में, ഇന്നത്തെ ഉദാരവാദ സമൂഹത്തിൽ സാധാരണ ഗരീബോങ്കോ, സാധാരണപ്പെട്ട ദരിദ്രരായിട്ടുള്ള മനുഷ്യർക്ക് സോനെ കാഫി ഹക്ക് നഹീ ഹേ, അവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലുമുള്ള അവകാശം അവർക്ക് ഇല്ല. ഹക്ക് നഹീ ഹേ മീൻസ് അവകാശമില്ല. സപ്പനെ മേ ഭി എന്നുവെച്ചാൽ അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആ മനോഹരമായ ഒരു സ്വപ്നം കണ്ട് ഉറങ്ങാൻ പോലുമുള്ള അവകാശം അവർക്കില്ല. സപ്പനെ മേ ഭി, സ്വപ്നത്തിൽ പോലും ജീവൻ കി ഭീഷണത, ജീവിതത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഭീഷണികളെ കുറിച്ചും ഓർ ഉസ്കെ ഊപ്പർലാതെ, ജീവിതത്തിലെ പ്രാരാബ്ധത്തെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും ഒപ്പം ഉസ്കെ ഊപ്പർലാതെ ഖർജ് അതിന് മുകളിലായിട്ട് വന്ന് കൂടിയിരിക്കുന്ന ഖർജ് എന്ന് പറഞ്ഞാൽ ഖർജ് എന്ന് വായിക്കണം കേട്ടോ. ഖർജ് കടത്താലും വേ മുക്തനേഹേ, അവർ ഒരിക്കലും മുക്തരല്ല. വേ ചൈൻസ് സപ്ന ഭി നഹീ ദേഖ് സക്തേ ഹൈ, അവർക്ക് സ്വസ്ഥമായിട്ട് ഒരു ചൈൻസേ, സ്വസ്ഥമായിട്ട് സ്വൈരമായിട്ട് ഒരു സപ്പന ഭി നഹീ ദേഖ് സക്തേ, സ്വപ്നം പോലും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. കവിത യഹി സാമാജിക സച്ചായി की, കവിത യഹി സാമാജിക സച്ചായിക്ക് ഓർ പ്രകാശ് ഡാൽത്തി ഹൈ, ഈ സാമൂഹിക സത്യത്തിന് നേരെയാണ് ഈ കവിത പ്രകാശം ചൊരിയുന്നത്. ഈ സാമൂഹിക സത്യത്തെയാണ് വായനക്കാരിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് നമുക്ക് മുന്നിലേക്ക് പ്രകാശം ചൊരിയുന്ന രീതിയിലേക്ക് ഇവിടെ ഡോക്ടർ ജെ ബാബു അവതരിപ്പിച്ചിരിക്കുന്നത്. തൻ്റെ സപ്നെ കാഫി ഹക്ക് നഹീ, സ്വപ്നം കാണാൻ പോലുമുള്ള അവകാശമില്ല എന്ന ഈ കവിതയിലൂടെ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഈ ടിപ്പണി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ഡയറി പരിചയപ്പെടാം. ഇവിടെ മുർക്കി ഉർഫ് ബുലാക്കി എന്ന കഥയെ ആസ്പദമാക്കിക്കൊണ്ട്, അതായത് അമൃത പ്രീതം എഴുതിയ മുർക്കി ഉർഫ് ബുലാക്കി, കമ്മൽ അഥവാ മുക്കുത്തി, അതായത് മുർക്കി അഥവാ ബുലാക്കി എന്നാണ് അർത്ഥം കേട്ടോ, എന്ന കഥയെ ആസ്പദമാക്കിക്കൊണ്ട് അതിൻ്റെ ആ കഥയുടെ ഉള്ളടക്കം മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയറി പരിചയപ്പെടാം. ഓക്കെ, ഇവിടെ നോക്കൂ. മുർക്കി കി മൃത്യു കെ ദിൻ എന്ന് വെച്ചാൽ മുർക്കി എന്ന കഥാപാത്രം വീട്ടിൽ ജോലിക്ക് നിന്ന് പിന്നെ പിൽക്കാലത്ത് വീട് വിട്ടുപോയ ഒളിച്ചോടിപ്പോയ മുർക്കി എന്ന് പറയുന്ന സ്ത്രീ ജോലിക്കാരി, അവരുടെ മരണശേഷം ദുഃഖുഭരേ മനസ്സേ, വീടിൻ്റെ വീട്ടുകാരിയായിട്ടുള്ള രാജവന്തി അപ്പനി ഡയറി ലിഖ്തി ഹേ, തൻ്റെ ഡയറി എഴുതുകയാണ്. മനസ്സിലായോ? അപ്പം മുർക്കി എന്ന തൻ്റെ മകനെ നോക്കാനായിട്ട് വീട്ടിൽ ജോലിക്ക് വന്ന, പിന്നീട് ഒരു വീട്ടിലെ അംഗമായി തീർന്ന, വളരെയധികം സ്നേഹിച്ച, പിൽക്കാലത്ത് ഒരു രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിക്കാൻ അവരുടെ പിതാവ് തീരുമാനമെടുത്തപ്പോൾ ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോവുകയും, എന്നാൽ തൻ്റെ സ്വർണവും എല്ലാം അത് ഉപയോഗിച്ച് അവരിൽ നിന്ന് ഒരു നല്ലൊരു വീട് പണിയെടുപ്പിക്കുകയും, എന്നാൽ ഒരു ദിവസം ആ ഭർത്താവ് ഇവളെയും കൂട്ടി യാത്ര പോവുകയും ഒരു സത്രത്തിൽ വെച്ച് ഇവളെ ഉപേക്ഷിച്ചിട്ട്, ഇവളെ ആ സത്രത്തിൽ ഉറങ്ങുന്ന സാഹചര്യത്തിൽ ഉപേക്ഷിച്ച് ഇദ്ദേഹം താക്കോൽ എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞ ഒരു സാഹചര്യം. അങ്ങനെ തിരികെ വീണ്ടും താൻ നിന്ന വീട്ടിലേക്ക്, രാജവന്തിയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുകയും അവളെ ആ രാജവന്തി സ്വീകരിക്കുകയും അവൾക്കായിട്ടൊരു മുറി നൽകുകയും, എന്നിട്ട് പറഞ്ഞു, ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് നിന്നെ ആരും ഇവിടെ നിന്ന് നിന്നെ ഇറക്കി വിടുകയില്ല എന്ന വാഗ്ദാനം നൽകുന്ന ഒരു സാഹചര്യം. അങ്ങനെ കഥയാണ് കേട്ടോ മുർക്കി ഉർഫ് ബുലാക്കി. അവരുടെ വിളിപ്പേരാണ് മുക്കമ്മൽ അഥവാ മുക്കുത്തി. അപ്പം മുർക്കി, ആ സ്ത്രീ മരിക്കുകയാണ്. അവർ മുർക്കിക്ക് മൃത്യുക്കെ ദിൻ, മുർക്കിയുടെ മരണ ദിവസം ദുഃഖഭരേ മനസ്സ്, ദുഃഖം നിറഞ്ഞ മനസ്സോടുകൂടി രാജവന്തി അപ്പനി ഡയറി ലിഖ്തി, രാജവന്തി തന്റെ ഡയറി എഴുതുകയാണ്. ആ ഡയറി തയ്യാറാക്കുക, ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ മനസ്സിലാക്കുക, ഒരു ഡയറി എഴുതുമ്പോൾ നമ്മൾ ഇടതുവശത്ത് മുകളിലായിട്ട് ഡയറി ആയാലും പത്രമാണെങ്കിലും പോസ്റ്റർ ആയാലും വിജ്ഞാപനമായാലും ഇനി സംക്ഷേപണം വിഗ്രഹിച്ചെഴുതുക എന്ന് പറയുന്നത് ചുരുക്കി ഒരു 4:1 ഒരു സെന്റൻസിന് 4:1 എഴുതുന്നതിനാണ് സംക്ഷേപണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് തന്നെ ആയാലും, ജീവനി എല്ലാത്തിനും ഒരു ഹെഡ്ലൈൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഹെഡ്ലൈൻ നൽകിയതിന് ശേഷം നമ്മൾ ആൻസർ ചെയ്യുന്നത് വളരെ അത് വളരെ നല്ല കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ താരീഖ് നമുക്ക് എഴുതാം. ഏത് സംഭവമാണെങ്കിലും ആജ് കാ ദിൻ മേ കൈസേ ഭൂലും, അല്ലെ ആജ് കാ ദിൻ കഭി ഭൂൽ നഹീ സക്താ എന്നോ, ആജ് കാ ദിൻ മേ കൈസേ ഭൂലുമെന്നോ, ആജ് കാ ദിൻ അവിസ്മരണീയ ഥാ എന്നോ, ഇത് സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾ എഴുതുക. നമുക്ക് ആജ് കാ ദിൻ മേ കഭി ഭൂൽ നഹീ സക്താ എന്നോ, ആജ് കാ ദിൻ മേ കൈസേ ഭൂലും, ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് എഴുതാം. ആജ് കാ ദിൻ
മേ കൈസേ ഭൂലും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ആജ് ഘടന ഹുയി, ആജ് ഘടന മേ കൈസേ ഭൂലും, ഇന്നത്തെ സംഭവം ഞാൻ എങ്ങനെ മറക്കും എന്ന് എഴുതാം. പിന്നെ ആ ഡയറി എഴുതുമ്പോൾ ഏതൊരു സംഭവമാണ്, ഇവിടെ മുർക്കിയുടെ മരണമാണ്. ആ മരണത്തെ പ്രതി അവരുടെ എന്താണ് നമ്മുടെ രാജവന്തിയുടെ മനസ്സ് നിറയെ സങ്കടമാണ്, ദുഃഖമാണ്. ആ സങ്കടം പ്രതിഫലിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ ആ സങ്കടത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ ഡയറിയിൽ എഴുതി പ്രതിഫലിപ്പിക്കണം. ആ വികാരം നമ്മൾ എഴുതി പ്രതിഫലിപ്പിക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കാൻ. എന്താണ് സംഭവം എന്നും മുറുക്കി രാജവന്തിക്ക് എന്തായിരുന്നുവെന്നും അവൾക്ക് കൊടുത്ത വാഗ്ദാനം എന്തായിരുന്നുവെന്നും അവളെ എന്നുള്ള ഓർമ്മകളൊക്കെ നമുക്ക് ഈ ഡയറിയിൽ എഴുതാം. പിന്നെ ഒരു ഡയറി എഴുതി അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മനസ്സിലുള്ള വികാരം എന്താണ്, മനസ്സിൽ ദുഃഖമാണെങ്കിൽ, ഇവിടെ മരണമല്ലേ, മന്മേ ദുഃഖ് ബരാഹുവാഹേ എന്ന് നമുക്ക് എഴുതാം. മനസ്സിൽ ദുഃഖം നിറഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് ഡയറിയിൽ എഴുതാം. ബരാഹുവാഹേ അബുഭി മേരെ മന്മേ ഉസ്കി യാദേ ഹൈ വരാ ഹുവാഹേ അബുഭി മേരെ മന്മേ, ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണെന്ന് നമുക്ക് എഴുതാം. മേ ഉസ്കി യാദേം മേ കൈസേ ഭൂലും, അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞാൻ എങ്ങനെ മറക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എഴുതുക. പിന്നെയോ ഒരു ഡയറി എഴുതി അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് എല്ലാ ഡയറിയും എഴുതി ഇങ്ങനെ അവസാനിക്കും. കിത്തന തക്കാവട്ട് എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നാണ് അർത്ഥം. എന്തൊരു ക്ഷീണം. നീന്താരേഹേ, നീന്തെന്ന് പറഞ്ഞാൽ ഉറക്കം. ഭയങ്കരമായ ക്ഷീണം. നമ്മൾ ഉറങ്ങുന്നതിന് മുന്നോടിയായിട്ടാണല്ലോ ഡയറി ഇടുന്നത്. കിത്തന തക്കാവട്ട്. നീന്ത് ആരേഹേ, നീന്തെന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്നു. നീന്താരേഹേ. സോരഹാഹും, കിടക്കാൻ പോകുന്നു. സോ രഹാഹും സോരഹാഹും. ബാക്കി കൽ, ബാക്കി നാളെ എന്ന് നമുക്ക് എഴുതാം. 4 സൈഡും ബോർഡർ വരയ്ക്കുന്നത് ഉചിതമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സംഭവം പറഞ്ഞില്ല, ഞാനൊന്ന് വായിച്ചു പറയാം. ഇതിന് നോട്ട്സ് നിങ്ങൾക്ക് എന്താണ്, ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ആൻസറാണ് ആദ്യമൊക്കെ അശ്രുഭരാ ദിൻ ഥാ. ഇന്ന് വളരെ അശ്രുഭരാ ദിൻ ഥാ. അശ്രുഭര മീൻസ് വളരെ കണ്ണുനീർ നിറഞ്ഞ അല്ലെങ്കിൽ വളരെ ഈറനണിഞ്ഞ ഒരു ദിനമായിരുന്നു. ഹമാരി മുർക്കി ഹമേ ചോട്ട്കർ ചലി ഗയി, ഞങ്ങളുടെ മുർക്കി ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി. കിത്തനി പ്യാരി തി വഹ്, എത്ര സ്നേഹനിധിയായിരുന്നു അവൾ. മേരെ ബേട്ടേക്കോ വാപ്പന ബേട്ട മാൻകർ പാൽത്തി തി, എൻ്റെ മകനെ സ്വന്തം മകനായിട്ടാണ് അവൾ പരിപാലിച്ചിരുന്നത്. അപ്പനെ ബേട്ട മാൻകർ, സ്വന്തം പുത്രനെ പോലെയാണ് അവൾ പരിപാലിച്ചിരുന്നത്. മേരെ കർക്കി ഹി ഏക് സദസ്യ തിവഹ്, ഒപ്പം മേരെ കർക്കി ഹി ഏക് സദസ്യ തിവഹ്, എൻ്റെ കുടുംബത്തിലെ ഒരംഗമായിരുന്നു അവൾ. छोटी उम्र में पिता के साथ आई उसकी आंखों की चमक अब भी मेरे मन में है. അർത്ഥം പറഞ്ഞു തരാം. ചോട്ടി ഉമ്രമേം, ചെറുപ്രായത്തിൽ പിതാക്കെ സാത്തായി, പിതാവിനോടൊപ്പം എത്തിച്ചേർന്ന ഉസ്കി ആംഖേം അബ് ആംഖേം കി ചമക്, അവളുടെ കണ്ണിലെ തിളക്കം അബ് ഭി മേരെ മൻമേ ഹേ, ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഉസ്നെ कुमार को खूब खिलाया पिलाया और उसके साथ खेली. അതായത് കുമാർ എന്ന തൻ്റെ മകനെ ഒരുപാട് ഖൂബ് ഖിലായ, ഒരുപാട് അവളെ ഊട്ടി. അവൾ കുമാരനെ ധാരാളം അവനെ ഊട്ടുകയുണ്ടായി, അവന് ഭക്ഷണം നൽകുകയുണ്ടായി. ഓർ പിലായ, അവളെ കുടിപ്പിക്കും, ഭക്ഷണം കുടിക്കാനും കഴിക്കാനും നൽകുകയും. ഓർ ഉസ്കെ സാത്ത് ഖേലി, ഉസ്കെ സാത്ത് ഖേലി, അവനോടൊപ്പം കളിച്ചു. ദോനോം ബഡേ ദോസ്ത് തേ, രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. കർക്കെ കാമോമേ വോ മേരാ ഹാത്ത് ബണ്ടാത്തി തി, ഒപ്പം കർക്കെ കാമോമേ, വീട്ടുജോലിയിൽ വോ മേരാ ഹാത്ത് ബണ്ടാത്തി തി, എനിക്ക് കൈസഹായം ആയിരുന്നു അവൾ, എനിക്കൊരു ഹെൽപ്പായിരുന്നു, എൻ്റെ കൈസഹായമായിരുന്നു അവൾ. പിതാ ദ്വാര എക് ദൂജേ കേ സാത്ത്, ഇനി എന്തുകൊണ്ട് അവൾ ആ വീട് ഉപേക്ഷിച്ച്, ഗ്രാമം ഉപേക്ഷിച്ച് അവൾ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാ ദ്വാര എക് ദൂജേ കേ സാത്ത്, പിതാവിനാൽ തൻ്റെ അച്ഛൻ അവളെ ഒരു ദൂജയോടൊപ്പം, ദൂജ എന്ന് പറഞ്ഞാൽ രണ്ടാം കെട്ടുകാരൻ കേട്ടോ, ദൂജാ കെ സാത്ത് അപ്പനി ഷാദി തൈ കർണേക്ക്, തൻ്റെ കല്യാണം തീരുമാനിച്ചുറപ്പിച്ചപ്പോൾ ബാത് ഉസെ അച്ചി നൽകി, അത് അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല, അത് അവൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. പിതാദ്വാര എക് ദൂജെ കെ സാത്ത് അപ്പനി, അച്ഛൻ തന്നെ ഒരു രണ്ടാം കെട്ട്, ദൂജ മീൻസ് രണ്ടാം കെട്ടുകാരനോടൊപ്പം അപ്പനി ഷാദി തൈ കർണേക്ക്,
തൻ്റെ കല്യാണം തീരുമാനിച്ചുറപ്പിച്ച കാര്യം ഉസെ അച്ചി ന ലഗി, അവൾക്ക് ഒരിക്കലും നല്ലതായി തോന്നിയില്ല. വോ ബഹുത് പ്യാരി തീ, വോ ബഹുത് പ്യാരി തീ, അവൾ എത്ര സ്നേഹനിധിയായിരുന്നു. एक रात वह एक शहरी लड़के के पास, പിന്നെയോ സംഭവിച്ചതാണ്, एक रात वो एक शहरी लड़के के साथ भागे, ഒരു ദിവസം അവൾ എന്താണ് പട്ടണത്തിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് അവൾ എന്ത് ചെയ്തു, ഭാഗേ, ഓടിപ്പോയി. ദോനോം ഏക് ഷഹർ മേ ജാക്കർ ബസ്തേ, അങ്ങനെ രണ്ടുപേരും ഒരു പട്ടണത്തിൽ പോയി താമസം തുടർന്നു, അവർ താമസിച്ചു. एक दिन उसका पति उसे छोड़कर चला गया, പിന്നെയോ സംഭവിച്ചതാണ്, അവൾ ഒരു ദിവസം അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചിട്ട് പോയി. അഭിരാമായി അവൾ പിന്നെ വീണ്ടും ഇവിടെ എത്തിച്ചേർന്നു. മേനെ ഖുഷി സെ ഉസ്കോ ഏക് കോട്ടരി ദി, ഞാൻ സന്തോഷത്തോടുകൂടി അവൾക്കൊരു മുറി, കോട്ടരി മീൻസ് ഒരു റൂം നൽകി, ഒരു മുറി നൽകി. ഉസ്കി ചാബി ദേക്കർ മേനെ കഹാ, ആ മുറിയുടെ താക്കോൽ നൽകിയിട്ട് ഞാൻ പറഞ്ഞു, തും ഹമേഷ യഹാം രഹോ, തും ഹമേഷ യഹാം രഹോ, നീ എന്നും എക്കാലവും നീ ഇവിടെ കഴിഞ്ഞോളൂ, നീ ഇവിടെ താമസിച്ചോളൂ. കുമാർ ഭി ഇസ് പർ ഖുഷ് ഥാ, കുമാറും അതിന്മേൽ സന്തുഷ്ടനായിരുന്നു, സന്തോഷവാനായിരുന്നു. ആജ് ഉസ്കി ലാഷ് കോ നഹലാത്തെ വക്ത്, ഇന്ന് അവളുടെ മൃതശരീരം കുളിപ്പിക്കുന്ന സമയത്ത് ഉസ്കെ നോഫേ മേം വഹ് ചാബി ഖോംസി ഹുയി ദേക്കർ, ഉസ്കെ നോഫേ മേം, അവളുടെ അരയിൽ കെട്ടിയിരുന്ന പാവാട ചരടിൽ ആ എന്താണ് ആ ചാബി എന്താണ് കണ്ടിട്ട് അവളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച്, അവളുടെ നാഭിയിൽ ഒട്ടിപ്പിടിച്ചെടുക്കുന്ന സാഹചര്യം, അവരുടെ എന്താണ് മാംസത്തിൽ ശരീരത്തിൽ ഇഴുകിച്ചേർന്നിരിക്കുന്ന സാഹചര്യം കണ്ട. അപ്പം കോംസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നടത്തം എന്നുവെച്ചാൽ പാവാടയുടെ വള്ളി കോർക്കുന്ന സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടെ ആ മാംസത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആ ശരീരത്തിൽ എന്താണ് ഒട്ടി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ എന്താണ് ചാബി കോംസി ഹുയി ദേക്കർ മനസ്സ് ഹർഗയ, എൻ്റെ മനസ്സ് വിറങ്ങലിച്ചു പോയി. മനസ്സ് ഹർഗയ, ചാബീനെ ഉസ്കെ ദേഹ പർ ജഖ്മ കർ ദിയാ താ, അവളുടെ ദേഹത്തിൽ പറ്റി ചേർന്നിരുന്നു. ആ ചാവി, ആ താക്കോൽ അവളുടെ ശരീരത്തിൽ എന്താണ് ആ പറ്റിച്ചേർന്നിരുന്നു, അമർന്നിരുന്നു. പർ ഉസ്നെ ജീത്തെ ജി ഉസ് ചാബി കോ അപ്നെ മാംസ സേ നഹി ഉതാരാ, അവൾ ജീവിച്ചിരിക്കുവോളം കാലം ഒരിക്കലും ഉസ്നെ ജീത്തെ ജി ഉസ് ചാബി കോ അപ്നെ മാംസ സേ നഹി ഉതാരാ, തന്റെ മാംസത്തിൽ നിന്നും തന്റെ ശരീരത്തിൽ നിന്നും ഒരിക്കലും അവൾ എന്താണ് ആ ചാവി, ആ താക്കോൽ വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. മുർക്കി തും ഹമേഷ മേരെ മൻ മേ ഹോഗി, മുർക്കി നീ എല്ലായ്പ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും. തുമാര സുന്ദർ ചെഹര, നിന്റെ സുന്ദരമായ മുഖം ഹമാരെ മൻ കെ അന്തർ രഹ്കർ ഹസേഗി, ഞങ്ങളുടെ ഉള്ളിലിരുന്ന്, ഞങ്ങളുടെ ഉള്ളിൽ എക്കാലവും ആ നിന്റെ സുന്ദരമായ മുഖം പുഞ്ചിരി തൂകും. തുമാരി യാദ് മുझे रुलाती है, തുമാരി ആജ് മുझे रुलाती है, നിന്റെ ഓർമ്മകൾ എന്നെ കരയിക്കുന്നു. തുമാരി ആത്മാ കേ ലിയേ, തുമാരി ആത്മാ കേ ലിയേ, നിന്റെ ആത്മാവിന് വേണ്ടി ആബ് മേം പ്രാർത്ഥന കർത്തി ഹും, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു, നിന്റെ ആത്മാവിന് വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇതാണ് കുഞ്ഞുങ്ങളെ ഒരു ഡയറി. നമുക്ക് പാഠഭാഗത്തെ ബേസ് ഉണ്ട്, പാഠഭാഗം നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ പാഠഭാഗത്തെ ആശയങ്ങൾ അല്ലെങ്കിൽ ആ കഥ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി എന്ന് കൂടി ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നു. അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പരിചയപ്പെടാം. പതി ദ്വാര ഉപേക്ഷിത് ബുലാക്കി ഓർ രാജവന്തിക്ക് ബീച്ച് വാർത്താലാപം. നമുക്കൊരു വാർത്താലാപം കൂടി പരിചയപ്പെടാം. വാർത്താലാപം എന്താണ്? വാർത്താലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെർസേഷൻ, കേട്ടോ. കോൺവെർസേഷൻ ഒരു വാർത്താലാപമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അതായത് മുർക്കി ഉർ ബുലാക്കി എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വാർത്താലാപം നമുക്ക് പരിചയപ്പെടാം. പതി ദ്വാര, ചോദ്യം ഇതാണ്, പതി ദ്വാര ഉപേക്ഷിത്, പതിയാൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ബുലാക്കി ഓർ രാജവന്തി കെ ബീച്ച് വാർത്താലാപം. തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച സാഹചര്യത്തിൽ ബുലാക്കിയും രാജവന്തിയും തമ്മിൽ നടക്കുന്ന വാർത്താലാപം, കോൺവെർസേഷനാണ്. യെസ്, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് നിസ്സഹായായി ഏതോ ദയാലുവിൽ നിന്ന് യാത്രാ ചെലവ് വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയ മുർക്കിയും ബുലാക്കിയും തമ്മിലുള്ള സംഭാഷണം ആണ് നമ്മൾ പറയുന്നത്. യെസ്, നമുക്ക് നോക്കാം. രാജവതി, ക്യാ ഹുവാ മുർക്കി, രാജ ചോദിക്കുകയാണ്, ക്യാ ഹുവാ മുർക്കി തേരാ പതി കഹാ ഹൈ, എന്ത് പറ്റി മുർക്കി, നിന്റെ ഭർത്താവ് എവിടെ? മുർക്കി, ഓ മുझे छोड़कर चला गया, ഓ മുझे छोड़कर चला गया, അയാൾ എന്നെ छोड़कर ഉപേക്ഷിച്ചിട്ട് പോയി. രാജവതി, സച്ച് സച്ച് ബതാओ ക്യാ ഹുവാ താ, സച്ച് സച്ച് ബതാओ, സത്യം പറ, എന്താണ് സംഭവിച്ചത്? മുർക്കി, മേരെ ഗഹനോ കോ ബേച്ച്കർ ഹം ഏക് ഘർ ബനായാ താ, എൻ്റെ ആഭരണങ്ങൾ വിറ്റിട്ട് ഞങ്ങൾ ഒരു വീട് പണി കഴിപ്പിച്ചിരുന്നു. ലേക്കിൻ ഉസേ ഓർ കിസി ലഡ്കി സെ പ്യാർ ഹുവാ താ, പക്ഷേ അങ്ങനെ വന്നപ്പോൾ അയാൾക്ക് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയമുണ്ടായിരുന്നു. ഫിർ, പിന്നെ രാജവതി, ഫിർ ക്യാ ഹുവാ, പിന്നെ എന്ത് സംഭവിച്ചു? മുർക്കി, ദോ ദിൻ പഹലെ ഉസ്നെ മുझे
ദശാരേക്ക് മേളെ ദിഖാനെ കേലിയെ ലേഖയ 2 ദിവസം മുമ്പ് ദസറ മേള കാണാൻ വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ടുപോയി. 2 ദിവസം മുമ്പ് ദസറ മേള കാണാൻ വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഹം രാത് എക് സരായ് മേം, രാത്രി ഞങ്ങൾ ഒരു സത്രത്തിൽ കിടന്നുറങ്ങിയിരുന്നു. ഉസ്നെ മേരെ സാഡി സേ, അങ്ങനെ കിടന്നുറങ്ങിയ സാഹചര്യത്തിൽ അയാൾ എൻ്റെ സാരിയിൽ നിന്നും, എൻ്റെ സാരിയിൽ കെട്ടിയിരുന്ന, എൻ്റെ സാരി തുമ്പിൽ കെട്ടിയിരുന്ന ചാബി ലേക്കർ ചലകെ, താക്കോലും എടുത്തുകൊണ്ട് ചാബി ലേക്കർ ചലകെ, ചാബിയും എടുത്തുകൊണ്ട് പോയി. രാജവതി തും കൈസേ യഹാം പहुंचा, നീ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു? മുർക്കി എക് ദയാലുവിനെ മേരെ ബാരെ മേ ജാൻകർ കുച്ച് റുപേ ദിയേ, എക് ദയാലുവിനെ, ഒരു ദയാലുവായ മനുഷ്യൻ എന്നെക്കുറിച്ച് കേട്ടപ്പോൾ, എന്നെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കുച്ച് റുപേ ദിയെ, കുറച്ച് പൈസ നൽകി. ഓർ മേ ഹാം ചെലിയായി, അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തിപ്പെട്ടത്. രാജവതി ഖബ്രാവ് മത്, മെഹൂന പേടിക്കണ്ട, ഞാനില്ലേ. മുർക്കി മേ അബ് ക്യാ കരും, ഞാനിനി എന്ത് ചെയ്യും? എഹനേക്കിലെ കർത്തക്കനെയും, എനിക്ക് കഴിയാൻ ഒരു വീട് പോലുമില്ല. രാജവതി തുമെ ഹാം ഇസ് കോട്ടറി മേ രഹോ, നീ ഇവിടെ ഈ മുറിയിൽ കഴിഞ്ഞോളൂ. मैं जीते हुए तुम्हें कोई भी यहाँ से नहीं निकलेगा, मैं जीते हुए तुम्हें कोई भी यहाँ से नहीं निकालेगा, ഞാൻ ജീവിച്ചിരിക്കുവോളം കാലം നിന്നെ ആരും ഇവിടെ നിന്ന് ഇറക്കി വിടുകയില്ല. മുർക്കി എഹ്സാൻ മേ കൈസെ ഭൂലും, ഈ ഉപകാരം, ഈ കടപ്പാട് ഞാൻ, ഈ ഉപകാരം ഞാൻ എങ്ങനെ ഞാൻ പ്രത്യുപകാരം ചെയ്യും? ഇതിനുള്ള ഇതെങ്ങനെ ഞാൻ ഈ ഉപകാരം ഞാൻ എങ്ങനെ മറക്കും? ഓക്കെ മക്കളെ, അതിനോടൊപ്പം തന്നെ നമുക്ക് ആത്മകഥ കൂടി ഒന്ന് പരിചയപ്പെടാം. വാർത്താലാവ് പറഞ്ഞു, ഇനി നമുക്ക് ഈ മുറുക്കി നമുക്ക് ആത്മകഥ എല്ലാവർക്കും അറിയാമല്ലോ. ആത്മകഥ എന്ന് പറഞ്ഞാൽ ആത്മകഥ എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, ആത്മകഥയുടെ ചോദ്യം. പതി ദ്വാര ഉപേക്ഷിത് ബുലാക്കി ആത്മകഥാംശ, ബുലാക്കിയുടെ ആത്മകഥാംശമാണ്, ആത്മകഥയാണ്. ഭർത്താവ് ഉപേക്ഷിച്ച് മുർക്കിക്ക് രാജവതി ആശ്രയം കൊടുക്കുന്നു. ആത്മകഥാംശം തയ്യാറാക്കുക. ഓക്കെ, നമ്മൾ ആത്മകഥ എന്ന് ഹെഡിങ് കൊടുത്തു. ആത്മകഥാംശമാണ് നമ്മൾ ആത്മകഥ എന്ന് ഹെഡിങ് കൊടുത്തു. ആത്മകഥ. മേരാ ജീവൻ സംഘർഷവും സേ ഭരാത്ത, അപ്പോൾ ഇതാരെഴുതുകയാണ്? നമ്മുടെ മുർക്കി അല്ലെങ്കിൽ ബുലാക്കി എഴുതുകയാണ്. മേരാ ജീവൻ സംഘർഷ സേ ഭരാത്ത, എൻ്റെ ജീവിതം സംഘർഷം നിറഞ്ഞതായിരുന്നു. മേരെ ജന്മക്കെ കുച്ച് ദിനോക്കെ ബാദ് മേരി മാ മർ ഗയി, ഞാൻ ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മ മരിച്ചുപോയി. പിതാനെ മുച്ചേ ചാച്ചാക്കെ കർ ഭേജ, അച്ഛൻ എന്നെ ചാച്ചയുടെ വീട്ടിൽ അയച്ചു. വഹ മേരാ ജീവൻ അഖേലാത്ത, മേരാ ജീവൻ അഖേലാത്ത, അവിടെ എൻ്റെ ജീവിതം, അവിടെ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിച്ചത്. ഫിർ രാജവന്തി മാം കെ ഹാം കുമാർ കി ദേഖ്ഭാൽ കെ ലിയെ മുझे लाए गए, പിന്നീട് രാജവതി മാമിൻ്റെ കുമാർ കി ദേഖ്ഭാൽ കെ ലിയെ, മകനായ കുമാറിനെ പരിപാലിക്കുന്നതിന് വേണ്ടി, നോക്കാൻ വേണ്ടി മുझे लाए गए, എന്നെ കൊണ്ടുവന്നു. മാം ने मुझे मुर्की और बुलाकी नाम दिए, അമ്മ എനിക്ക് രാജവന്തി മാം മുझे മുർക്കി ഉർഫ് ബുലാക്കി നാം ദിയെ, എനിക്ക് മുർക്കി കമ്മൽ അല്ലെങ്കിൽ അഥവാ മുക്കൂത്തി എന്ന പേര് നൽകി. നാം ദിയെ എന്ന് പറഞ്ഞാൽ പേര് നൽകി. ഖുഷീസെ ജീവൻ ബിതാത്തെ സമയ, സന്തോഷത്തോടു കൂടി അങ്ങനെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അതാണ് ഖുഷീസെ ജീവൻ ബിതാത്തെ സമയ ബാപ്നെ മേരി ഷാദി കിസി, അച്ഛൻ എൻ്റെ കല്യാണം കിസി ബൂട്ടെ കെ സാത്ത്, ഏതോ ഒരു വൃദ്ധനോടൊപ്പം കർവാന ചാഹ, നടത്താൻ തീരുമാനം കൈക്കൊണ്ടു, അല്ലെ നടത്താൻ തീരുമാനിച്ചു. മേക്ക് ഷാക്കരയിലൊക്കെ പാസ് കൈ മേഷാരിലൊക്കെ പാസ് വാഗൈ, അങ്ങനെ ഞാൻ പട്ടണത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഓടിപ്പോയി. ലേക്കിൻ വോ മുझे छोड़ दिया, എന്നാൽ അവൻ എന്നെ ഉപേക്ഷിച്ചു. മേ വാപ്പസ് രാജവതി മാം കെ പാസ് പहुंच गया, അങ്ങനെ ഞാൻ വീണ്ടും തിരികെ രാജവന്തി മാമിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. രാജവന്തി മാമിനെ മുझे ആശ്രയ ദിയ, രാജവന്തി മാം എനിക്ക് ആശ്രയം നൽകി. मेरा हालत सुनकर मुझे ने अपने कार में एक कोठरी दिया, मेरा हालत सुनकर എൻ്റെ അവസ്ഥ കേട്ടിട്ട്, മുझे अपने कार में എനിക്ക് തൻ്റെ വീട്ടിൽ एक कोठरी दिया ഒരു മുറി നൽകി. मुझे वादा दिया कि എനിക്ക് വാക്ക് തന്നു. इस कोठरी की चाबी ഈ മുറിയുടെ താക്കോൽ, ചാബി കിസി ने भी नहीं छीनेगा,
ആരും കവർന്നെടുക്കുകയില്ല. നിന്റെ ഭർത്താവ് നിന്റെ താക്കോൽ കവർന്നെടുത്തതുപോലെ ഒരിക്കലും ഞാൻ നൽകുന്ന ഈ മുറിയുടെ താക്കോൽ നിന്നിൽ നിന്ന് ആരും കവർന്നെടുക്കുകയില്ല. പക്ഷേ ഒരിക്കൽ കൂടി ഹിന്ദി പറഞ്ഞുതരാം. മുझे वादा दिया, എനിക്ക് വാക്ക് നൽകി. इस कोठरी की चाबी, ഈ മുറിയുടെ താക്കോൽ किसी ने भी नहीं छीनेगा, ആരും ഇനി കവർന്നെടുക്കുകയില്ല. अपने बेटे से भी वादा करवाई थी, अपने बेटे से भी वादा करवाई थी, സ്വന്തം മകനെ കൊണ്ട് പോലും वादा करवाई थी. സത്യം ചെയ്യിച്ചു. मैं नहीं होती तो मेरा जीवन कितना कठिन होती. माम नहीं होती तो അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ മേരാ ജീവൻ കിത്തന കഠിൻ ഹോത്തി, എൻ്റെ ജീവിതം എത്ര കഠിനമായിരുന്നേനെ. ഏ चाबी मैं जीवन भर मेरे पास रखूंगी. ए चाबी, അമ്മ നൽകിയ ഈ താക്കോൽ, ഈ മുറിയുടെ താക്കോൽ, मैं जीवन भर ഞാൻ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം, എൻ്റെ ജീവിതകാലം മുഴുവൻ മേരെ പാസ് രഖൂംഗി, എൻ്റെ പക്കൽ ഞാൻ സൂക്ഷിക്കും, ഞാനത് സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കും. ഓക്കെ.